ഹായ് നമസ്കാരം. എൻ്റെ പേര് നവനീത് എസ് ബാബു. ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയാണ്. ഞാൻ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. എൻ്റെ ഒരു കരിയർ ജേണി പറയുകയാണെങ്കിൽ ആദ്യം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമിയിലേക്ക് ഞാൻ എത്തുന്നത്. ആ ടൈമിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരുന്നത്. പക്ഷേ അക്കാഡമിക് പരമായിട്ട് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ലേണിംഗ് ആണ്. അതാണ് നമ്മുടെ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമി എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആസ്റ്റർ ഹോസ്പിറ്റലിൽ പ്ലേസ്ഡ് ആയത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമിയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, ടെൻഷൻ, നമുക്ക് എന്ത് പറയണമെന്ന് അറിയാതെ പോവുക. അതിൽ നിന്ന് വളരെയധികം ഓവർകം ചെയ്യാൻ നമ്മുടെ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമിയുടെ തന്നെ 21st സെഞ്ച്വറി എന്നൊരു പ്രോഗ്രാമും നമുക്ക് വളരെ ഹെൽപ്പായിരുന്നു. കരിയറിന് പുറമെ നമുക്ക് സ്കില്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക എന്നതായിരുന്നു ആ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആസ്റ്റർ പോലൊരു ഹോസ്പിറ്റലിലേക്ക് പ്ലേസ്മെന്റ് ലഭ്യമായത്. നമുക്കൊന്നിനും പറ്റില്ല എന്ന് പറയുമ്പോഴും നമ്മൾ സ്വയം അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അത് നമുക്ക് ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമി തരുന്ന ഏറ്റവും വലിയൊരു ലെസൺ ആണ്. അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമിക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.